ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് വൈഷ്ണവ മഹായാഗത്തിൻ്റെ 8ാം ദിവസം യജ്ഞശാല അഗ്നിക്ക് സമർപ്പിക്കുന്ന ദിവസമാണ്. സനാതന അദ്വൈത ആശ്രമം വിളാങ്ങാമുറി പൂജനീയ സ്വാമി രാജേന്ദ്രാനന്ദ മഹാരാജിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷമായ ഈ വൈഷ്ണവ മഹായാഗം വിജയകരമായി തീരുന്ന ഒരു നല്ല ശുഭമുഹൂർത്തമാണ്. പ്രകൃതി പോലും നമുക്ക് അനുകൂലമായി മഴയുടെ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. യജ്ഞശാല അഗ്നിക്ക് സമർപ്പിച്ചതിന് ശേഷം മഴ പെയ്യുന്ന ഒരു സാഹചര്യം അതിലേക്കാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാം ആ നല്ല മനസ്സും പ്രാർത്ഥനയും അത് ഏറ്റവും ശക്തിമത്താണ്. യജ്ഞശാലയിൽ ഇപ്പോൾ സമിത്തുക്കളെല്ലാം സമർപ്പിച്ച് പൂർണ്ണാഹുതി സമർപ്പിച്ച് അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ രീതിയിൽ വസോർധാര അതെല്ലാം ചെയ്ത് ഗംഭീരമാക്കിയിരിക്കുകയാണ്. ഭക്തജനങ്ങൾ ധാരാളമായി ഇവിടെ എത്തിയിരിക്കുന്നു. മോഹൻജി, ആ ചെരുപ്പ് എന്നാണ് മാറ്റി. ആ ചെരുപ്പ് ഹരേ രാമ ഈ ചെരുപ്പ് യജ്ഞശാല അഗ്നിക്ക് സമർപ്പിക്കാൻ പോകുന്ന അവസാന കടമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Hare Krishna 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 Hare
ഈ യാഗം ഇവിടെ സംഘടിപ്പിച്ച സ്വാമിജിയാണ് ഈ വരുന്നത്. രാജേന്ദ്രാനന്ദ ഗുരുജി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ, എഴുന്നേറ്റ് നിൽക്കൂ, എഴുന്നേറ്റ് നിൽക്കൂ. നാലും ഒരുപോലെ അകത്തേക്ക് കയറ്റൂ. അതെ, നാലും ഒരുപോലെ അകത്തേക്ക് വിടണം.
അഴിച്ചിട്. വളരെ മനോഹരമായി വൈഷ്ണവ മഹായാഗം പൂർണ്ണമായിരിക്കുകയാണ്. പൂജനീയ സ്വാമി രാജേന്ദ്രാനന്ദ മഹാരാജ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. യാഗശാല അഗ്നിക്ക് സമർപ്പിച്ച ശേഷം പൂജനീയ സ്വാമിജിയെ എല്ലാ ഭക്തജനങ്ങളും ചേർന്ന് നമസ്കരിക്കുന്നു. ഓം നമോ നാരായണായ. നാരായണ അല്ലാതെ മിക്കാറും വീഴില്ല ചേട്ടാ, അതൊന്നും വീഴില്ല. ആചാര്യന്മാരും യജമാനന്മാരും മറ്റൊരു സൈഡിൽ അണിയിക്കുന്നതാണ്. കണ്ടാട്ടാ ഹിന്ദി വെള്ളം ചന്ദനം ഭക്തജനങ്ങൾ സ്വാമിജിയെ നമസ്കരിച്ച ശേഷം അഗ്നിക്ക് സമർപ്പിച്ച് യാഗശാലയെ പ്രദക്ഷിണം ചെയ്ത് ഒരു സൈഡിലായിട്ട് നിൽക്കേണ്ടതാണ്. യജമാനന്മാരും പത്നിയും ഒരു സൈഡിൽ ആചാര്യന്മാരും നിൽക്കേണ്ടതാണ്. ഇനി നാളെ രാവിലെ പ്രായശ്ചിത്ത ഹോമത്തോട് കൂടിയിട്ടാണ് യാഗത്തിൻ്റെ പര്യവസാനം. എല്ലാവർക്കും നമസ്തേ.